ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എന്തിനാ ഇങ്ങനെ തുള്ളിച്ചാടണേന്നല്ലേ, ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണ്. വരുണും ചച്ചുവും ഒന്നുമില്ലാതെ ആദ്യമായിട്ട് ഞാൻ തന്നെ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു സോളോ ട്രിപ്പൊന്നുമല്ല. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ലാസ്റ്റ് ടൈം ഒരുമിച്ച് കൂടിയത് എൻ്റെ കല്യാണത്തിനായിരുന്നു. ഇപ്പോൾ ഏകദേശം 6 വർഷമായി ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടിയിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാനഡയിൽ വെച്ച് തന്നെ എല്ലാ പ്ലാൻസും ഉണ്ടാക്കി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രിപ്പ് അടിക്കണമെന്ന് അങ്ങനെ പ്ലാനിട്ട ട്രിപ്പാണ് ഈ ഗോവൻ ട്രിപ്പ്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട് ജീതു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവളും എത്തി. അത് കഴിഞ്ഞിട്ട് വരുൺ എന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വരുണ് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഞാൻ തന്നെ പോണത്. തന്നെ ഇൻ ദ സെൻസ് വരുൺ ഇല്ലാതെ പോകുന്നത് ആദ്യമായിട്ടാണ്. ഞാനും ചെയ്തു പട്ടണം പോയി ചട്ടനം പോയി ബോട്ടും കിട്ടി ഹൈലേസാന്ന് പറഞ്ഞ രീതിക്കാണ് ഞങ്ങൾ രണ്ടുപേരും അധികം നടന്നത്. എൻ്റെ ആദ്യത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരുന്നു അത്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ വളരെ സുരക്ഷിതമായി കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതാണിത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലൊക്കെ വന്നിരുന്നു. ഈ കാണുന്നതൊരു യൂട്യൂബറായിരുന്നു കേട്ടോ. ഞാൻ ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ എടുത്തതാണ്. അങ്ങനെ ഗോവയിൽ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഇറങ്ങണതാണ് ഫ്ലൈറ്റിൽ നിന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ അവരുടെ ബസ് താഴ്ത്ത് നിർത്തിയിട്ടുണ്ട്. ആ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയത്. അവിടെ ചെന്നിട്ട് പിന്നെ ജ്യോതിനെ കണ്ടുപിടിക്കലായിരുന്നു നമ്മുടെ പരിപാടി. ജ്യോതി നമ്മളെ കാണുന്നതിന് മുമ്പ് ജ്യോതിനെ നമ്മൾ ആദ്യം കാണുന്നതായിരുന്നു എൻ്റെ ഒരു ഇത്. നമ്മളതുകൊണ്ട് തന്നെ ജീതു ജ്യോതിനെ വിളിക്കാൻ പോയപ്പോൾ ഞാൻ അവളോട് ഞെടി അവളെ വിളിക്കേണ്ട, നമുക്ക് അവളെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന്. പക്ഷെ അവൾ നമ്മുടെ പുറകെ കൂടെ വന്ന് നമ്മളെ ആദ്യം കണ്ടുപിടിച്ചു. അപ്പോൾ ശരിക്കും ഞാനും ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ക്യാമറയും കൊണ്ട് വന്നേക്കാണ്. അവളുടെ ക്യാമറയിലെടുത്ത് കൂടാതെ എൻ്റെ ക്യാമറയിലെടുത്ത്. ഇത് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇന്ന് ഞങ്ങൾ റീലെടുക്കാൻ തുടങ്ങുകയാണ്. ഈ ഗോവൻ ട്രിപ്പിൽ ഒത്തിരി റീലെടുക്കണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ സേവ് ചെയ്ത ഒരു റീലാണിത്. അത് നമ്മൾ ഒരു വിധത്തിൽ ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചെയ്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഊബറൊക്കെ വിളിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ പോലും ഒന്നും ഇല്ല കേട്ടോ ഈ ഗോവയിൽ നമ്മൾ ഊബർ വിളിക്കണതൊക്കെ. അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പറയാൻ. അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ ഈ ചായക്കൊക്കെ അന്യ വില. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു കട കണ്ടുപിടിച്ച് ചായയൊക്കെ കുടിക്കാൻ പോണതാണ്. അവിടെ നല്ല ചായയും മസാല ദോശയും ഒക്കെ നമ്മൾ വാങ്ങിച്ച് നന്നായി അടിച്ചു. നമ്മൾ ആക്ച്വലി പ്ലാൻ ഇട്ടത് ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കാനായിരുന്നു. ഒന്നല്ല 2 ബൈക്ക്. കാരണം നമ്മൾ 3 പേരുണ്ടല്ലോ. ഒരു ബൈക്ക് ജീതു ഓടിക്കും, പിന്നെ അടുത്തത് ആരോ ഓടിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് ഓടിക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ അവസാനം ജ്യോതിനെ കൊണ്ട് തന്നെ ഓടിപ്പിച്ചത്. ആ പുറകെ വന്നത് ജ്യോതിയാണ്. എയർപോർട്ടിൻ്റെ അടുത്തു നിന്നൊന്നും ബൈക്ക് റെൻറ്റിന് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നുള്ള 3 ചേട്ടന്മാരുടെ കൂടെ അവരുടെ സ്കൂട്ടി കയറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ബൈക്ക് റെൻറ്റിന് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ അന്യായ കാശായിരുന്നു അവർ പറഞ്ഞത്. ഇവരുടെ കമ്മീഷനൊക്കെ കൂട്ടിയിട്ടാണ് അവർ പറഞ്ഞത്. അവസാനം ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടം വരെ ഓടിച്ച് കൊണ്ടുവന്നതിൻ്റെ കാശ് ഞങ്ങൾക്ക് എല്ലാവർക്കും 100 രൂപ വെച്ച് തന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ കിടന്ന് കല്ലൊക്കെ പിടിച്ചില്ല ഞങ്ങൾ തരില്ല, കാരണം നമ്മുടെ എഗ്രിമെൻറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു റെൻറ്റിന് വണ്ടി നിങ്ങൾ തരിക എന്നുള്ളതാണ്. അത് നിങ്ങൾ തരാത്തതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വെറുതെ കാശ് തന്നെയെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് അവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബൈക്ക് തരാൻ ഇവർ കൊണ്ടുവന്ന ആ ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ബൈക്ക് റെൻറ്റിന് തരാം, അവർ കമ്മീഷൻ ചോദിക്കേണ്ടായിരുന്നു, അതാണ് നമ്മൾ കൂട്ടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 സ്കൂട്ടർ റെൻറ്റിന് എടുത്തുകൊണ്ട് പോകുന്നു. ഒരെണ്ണം ജീതു ഓടിച്ചു, ജീതുവിൻ്റെ പുറകിൽ ഞാനും ഇരുന്നു. ഞങ്ങളങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ബൈക്ക് റെൻറ്റിന് എടുക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ദൈവമേ, എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളുടെ ടൈം നമ്മൾ വെറും 2 ദിവസത്തേക്കായിരുന്നു വന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു ഈ ബൈക്കൊന്ന് റെൻറ്റിന് കിട്ടാനായിട്ട്. പലരും പല റേറ്റായിരുന്നു. പിന്നെ ആ ടൈമിന് എന്തോ പരിപാടിയുള്ള ദിവസമാണ്, നമ്മൾ ദീപാവലി ആണോ എന്താണ് ഞാൻ ഓർക്കണില്ല, ആ ഒരു എന്തോ ഒരു ഫെസ്റ്റിവൽ സമയത്തായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് ഈ ബൈക്കൊന്നും റെൻറ്റിന് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊബറിനൊക്കെ പോയി നമ്മുടെ കാശ് കുറച്ച് പോയി. പിന്നെ റെൻ്റ് എടുത്തതിന് നമ്മുടെ കാശ് അങ്ങനെ കുറച്ച് പോയി. അങ്ങനെ എന്നിട്ട് ഫൈനലി നമുക്ക് ബൈക്ക് കിട്ടിയിട്ട് ആ ബൈക്ക് കിട്ടുന്നിടത്തു നിന്നൊരു 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ബാഗ ബീച്ചിലേക്കാണ് ഇപ്പോൾ
പോണത്. നമ്മൾ ബാഗ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത്രയും നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ബീച്ചിലേക്ക് വന്നത്. ഈ ബീച്ചിൻ്റെ അവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് ബീച്ചൊക്കെ ഒന്ന് പോയി കാണാം. കാരണം നമുക്ക് ചെക്ക് ഇൻ പറഞ്ഞേക്കണം 3 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നേരത്തെ ചെന്നാലും അവർ പറഞ്ഞു റൂം റെഡി ആയിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് അടുത്ത ആൾക്കാർ ചെക്കൗട്ട് ഈ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ക്ലീനൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് റൂം തരാൻ പറ്റിയെന്ന് വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ബാഗ ബീച്ചൊക്കെ കണ്ട് എങ്ങനെയാണ് സംഭവം, അതേപോലെ നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്നാൽ പയ്യെ ഹോട്ടലിലേക്ക് ആ 3 മണി ടൈം ആകുമ്പോഴത്തേക്കും ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണിത്. കണ്ടോ, ഐ ലവ് ഗോവ. ഇതൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി എക്സൈറ്റഡ് ആയി. ഇതാണ് ബാഗ ബീച്ച്. നമ്മൾ ഇതിൻ്റെ ഈ കാണുന്ന ഈ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ചെന്നു. എന്നിട്ട് നമ്മൾ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ബീച്ചും കാര്യങ്ങളും ഒക്കെ. നമുക്ക് വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യണമല്ലോ, നമുക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കണതാണ് ഞങ്ങളിവിടെ ചുറ്റി നടന്നിട്ട്. ഈ ബീച്ചിലേക്ക് വന്ന വഴി റോഡ് ഭയങ്കര ശോകം റോഡാണെങ്കിലും ബീച്ചും ബീച്ചിൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര ക്ലീനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ചൊക്കെ കാണാൻ. നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് അധികം ഇറങ്ങിപ്പോയില്ല. നമ്മൾ വിചാരിച്ചു എന്തായാലും ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുമല്ലോ, അന്നേരം നമുക്ക് ബീച്ചിലേക്കൊക്കെ ഇറങ്ങാം. ഇപ്പോൾ തൽക്കാലം ആദ്യം നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ആക്കി കളയണേ, നമ്മൾ എന്തായാലും ഫുൾ ടൈം ബീച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും, കാരണം ജീതുവിന് സ്വിം വെയർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് നോക്കി നമ്മൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും വാങ്ങാനും വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ടോ, വാട്ടർ സ്പോർട്സൊക്കെ ബുക്ക് ചെയ്യണോ കാര്യങ്ങളും അതൊക്കെ നോക്കി നമ്മൾ നടക്കുകയാണ്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവരെ കണ്ടു. പിന്നെ ഒട്ടും വൈകിയില്ല, അവരോട് വിലയൊക്കെ ചോദിച്ച് അവരോടൊരു വില പേശലൊക്കെ നടത്തിയിട്ട് നമ്മൾ 3 പേരും തലയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഓരോ സൈഡ് പിന്നിട്ട് പിന്നെ നമ്മൾ പോയി വാട്ടർ സ്പോർട്സൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡൊക്കെ അങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഹോട്ടലിൽ പോകണം. ഏകദേശം 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോണതാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. ഇതായിരുന്നു ഹോട്ടലിൻ്റെ ഫ്രണ്ട്. നമ്മളപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ബാക്കിലേക്ക് പോവുകയാണിത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ബാഗൊക്കെ ഫ്രണ്ടിൽ തന്നെ വച്ചു. കാരണം അവർ നമ്മളോട് കുറച്ച് നേരോടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടില്ല. ഇത് അവിടെ നിന്ന് കിട്ടിയൊരു ബിസ്ക്കറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബിസ്ക്കറ്റിന്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്കൊരു വെള്ളമോടെ കിട്ടി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒന്നിനും കൊള്ളായിരുന്നു ആ വെള്ളം. നമ്മളങ്ങനെ നമ്മുടെ റൂമിലെത്തി. നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തത് പൂൾ സൈഡിൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച് നമുക്ക് എപ്പോഴും പൂളിൽ ചാടാനും ഒക്കെ എളുപ്പത്തിന് പൂൾ സൈഡുള്ള റൂമായിരിക്കും നല്ലതെന്ന്. കണ്ടോ, ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പൂളിൽ ഇറങ്ങാം, എന്നിട്ട് ഡയറക്റ്റ് ഇങ്ങ് കയറിയും വരാം. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ എന്നിട്ട് പൂളിലൊക്കെ പോയി ചാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ സിനിമയില്ലേ ദിൽ ചാഹത്താ ഹേ, ആ സിനിമ ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനും റീലൊക്കെ എടുക്കാനും പ്ലാൻ ഇട്ടുകൊണ്ടാണ് നമ്മൾ പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഈ ഗോവയിൽ നമ്മുടെ ലോകത്തുള്ള എല്ലാ പട്ടികളും കാളകളും എരുമകളും പശുക്കളും ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എല്ലാത്തിനെയും വഴിയിലിങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. നമുക്കതിൽ കിടന്ന് നടക്കാൻ തന്നെ പേടിയാവും. പിന്നെ ഒന്നാമത് ഞാനും ജ്യോതിയും റെഡ് ഡ്രസ്സായിരുന്നു ഇട്ടിട്ട് പോയത്. എങ്ങാനും ഈ കാളക്കുട്ടന്മാർ നമ്മളെ കുത്താൻ വന്നാലോ എന്ന് വരെ നമുക്ക് പേടിച്ച്, അത്രയ്ക്ക് പേടിച്ചിട്ടാണ് നമ്മൾ നടന്നതൊക്കെ. നിറച്ച് പട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇന്ന സ്റ്റെപ്പ് കയറാനുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ച് ഞാനവിടെ നിന്നിട്ടാണ് പോയത്.
ആ സ്റ്റെപ്പെല്ലാം അത്രയും കയറണം, കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ തളർന്നു പോകും. നല്ല ഭംഗിയാണ് ആ സ്റ്റെപ്പും ആ സ്ഥലവും എല്ലാം കാണാനായിട്ട്. തീർന്നിട്ടില്ല. ദേ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നു. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പ്ലാനിട്ട സ്ഥലം ഓൾറെഡി 5 മണിയായപ്പോഴത്തേക്കും പൂട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാനൊന്നും നടന്നില്ല. പിന്നെ ഇരുട്ടുകയും ചെയ്തു വേഗം. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സ്കൂട്ടർ എടുത്ത് തിരിച്ച് വന്ന് രാത്രിത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ദേ ഹോട്ടലിൽ കയറിയതാണ് ഇത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ കയറിയായിരുന്നു കേട്ടോ. കാരണം ഇനി നാളെ നമുക്ക് അതിന് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, കാണാനുള്ള ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതേ കണ്ടോ, എല്ലാം നന്നായിട്ട് നല്ല നല്ല ഭംഗിയാണ് അവിടെ ഇരിക്കാൻ കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഒരു പാസ്തയും ഓർഡർ ചെയ്തു, പിന്നെ ചിക്കൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തു. അതെന്താണെന്ന് ഓർക്കുള്ള. പിന്നെ ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു.